മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ സംസ്ഥാനത്തെ 140 MLA മാരിൽ പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം വേറിട്ട് നിൽക്കുന്ന ഒരു ഭാവനാസമ്പന്നനായ ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളുമൊക്കെ ഏറെ ശ്രദ്ധേയമായതുമാണ്. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ളവർക്ക് മാത്രം തോന്നുന്നതല്ല, മറ്റുള്ളവരും പാർട്ടി വ്യത്യാസമില്ലാതെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് മറച്ചു വച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാം, കേരളത്തിലെ ഭരണകക്ഷിയായ CPM-ൻ്റെ യുവജന പ്രസ്ഥാനമാണ് DYFI. ഏതാണ്ട് 9 വർഷത്തോളമായ ഇടതുപക്ഷത്തെ ഭരണം കാരണം പ്രത്യേകിച്ചൊരു പണിയൊന്നുമില്ലാതെ ചത്തതുപോലെയാണ്. ചൊടിപ്പിക്കാതെയും വെറുപ്പിക്കാതെയും കേന്ദ്രത്തോടും മോദിയോടും നിൽക്കേണ്ട സാഹചര്യവും മുമ്പിലുള്ളതിനാൽ DYFIയുടെ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ ചരമഗീതം പാടിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പോഴാണ് കിട്ടിയേ എന്ന് പറഞ്ഞുകൊണ്ട് നജീബ് കാന്തപുരത്തിൻ്റെ വീട്ടിലേക്കും ഓഫീസിലേക്കുമൊക്കെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒരു മാർച്ച് സംഘടിപ്പിക്കാനും അവിടെ പോയിട്ട് കരിയോയിലൊക്കെ ഒഴിച്ച് തിരിച്ചു പോരാനുമൊക്കെയുള്ള ഒരവസരം കിട്ടിയത്. പെരിന്തൽമണ്ണ MLA ആയ നജീബ് കാന്തപുരത്തിൻ്റെ വീട്ടിലേക്കോ ഓഫീസിലേക്കൊക്കെ ഓടിക്കയറിക്കൊണ്ട് അവിടെയൊക്കെ കരിവായിൽ ഒഴിച്ച് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുകയാണ്. അല്ലെങ്കിലും ഈ കരിവായിലും DYFI ആയിട്ട് ഇപ്പോഴായിട്ടല്ല, നേരത്തെയുള്ള ഒരു ബന്ധമാണ്. മുമ്പും അവർ പലയിടത്തും ഈ കരിയോയിൽ പ്രയോഗം നടത്തുകയും പല വ്യക്തികളുടെ ശരീരത്തിലുമൊക്കെ കരിയോയിൽ ഒഴിക്കുകയും ഒക്കെ ചെയ്ത പാരമ്പര്യം അവർക്കുണ്ട്. ഏതായാലും പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം നിങ്ങളെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കും എന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട. അപ്പോൾ ഈ പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വേട്ടയാടാം എന്നാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എങ്കിൽ അതിനുവേണ്ടി അടുപ്പത്ത് വെച്ച വെള്ളം തിളക്കുന്നതിന് മുമ്പ് തന്നെ എടുത്തു കളഞ്ഞേക്കൂ. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിൻ്റെ അടുക്കൽ ഈ NGO എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയുടെ ആ പേരിലുള്ള അതിൻ്റെ കൂട്ടായ്മയുടെ പ്രതിനിധിയായ അനന്തു എന്ന് പറയുന്ന ഒരാളും അവരുടെ കൂട്ടായ്മയുടെ ഒരു സംഘം ആളുകളുമൊക്കെ നജീബ് കാന്തപുരത്തെ വന്ന് സമീപിക്കുകയും മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്ത അതിൻ്റെ ഹെഡ് ഓഫീസും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ആ മണ്ഡലങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന അവിടുത്തെ ജനപ്രതിനിധികളുമൊക്കെ പങ്കെടുത്തതായ വിവിധ പരിപാടികളുടെയും വിവരങ്ങളും ഫോട്ടോകളും ഒക്കെ കാണിച്ചു കൊടുത്ത് 50% വിലക്കുറവുകൾ കാണിച്ച് സ്ത്രീകൾക്ക് സ്കൂട്ടറും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കായിട്ട് ലാപ്ടോപ്പുമൊക്കെ വിതരണം ചെയ്യുന്നതായ ഒരു പദ്ധതി ആണ് പരിചയപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്ക് എല്ലാ മണ്ഡലത്തിലും അത് ലഭ്യമാകുന്നുണ്ട് എങ്കിൽ, മറ്റുള്ള ജനപ്രതിനിധികളൊക്കെ അതിനെ പിന്തുണക്കുന്നുണ്ട് എങ്കിൽ, ആ തരത്തിൽ അദ്ദേഹവും അതിനെ പിന്തുണച്ചുകൊണ്ട് എൻ്റെ മണ്ഡലത്തിലുള്ളവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം ആ പദ്ധതിയുമായി കൊണ്ട് സഹകരിച്ചതും അതിനെ പിന്തുണച്ചതും. അപ്പോൾ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ മറ്റുള്ള ജനപ്രതിനിധികളുമൊക്കെ അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാക്കളുമൊക്കെ പിന്തുണച്ചതുപോലെ ജനങ്ങൾക്ക് അതിനെ പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ തന്നെയല്ലേ ഈ നജീബ് കാന്തപുരവും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായി പലർക്കും സ്കൂട്ടറുകളുമൊക്കെ അത് കിട്ടിയപ്പോൾ എല്ലാവരും ആ പദ്ധതിയെ അഭിനന്ദിച്ചു, അതുപോലെ നജീബ് കാന്തപുരവും അഭിനന്ദിച്ചു. ഇപ്പോൾ അതൊരു തട്ടിപ്പായിരുന്നു എന്നുള്ള നിലക്ക് ആരോപണങ്ങളൊക്കെ വരികയും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ പല കേസുകളുമൊക്കെ അതിൻ്റെ പേരിൽ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഏതൊരു തട്ടിപ്പ് നടക്കുകയാണെങ്കിലും AKG സെൻറ്ററിൽ ഒരു 10 പേരെങ്കിലും അതിലുണ്ടാവും. ഈ തട്ടിപ്പിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നജീബ് കാന്തപുരം MLA മാത്രം വേട്ടയാടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഈ തട്ടിപ്പുമായി കൊണ്ട് ബന്ധപ്പെട്ട ഈ ഒരു പദ്ധതിയിൽ നജീബ് കാന്തപുരത്തിൻ്റെ ഏതെങ്കിലും നിലക്കുള്ള ബന്ധമോ അല്ലെങ്കിൽ അദ്ദേഹം അതിനെ ഏതെങ്കിലും നിലക്ക് പിന്തുണച്ചതോ ഒരു തെറ്റാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താം, അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലേക്ക് പ്രതിഷേധം നടത്താം, അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കാം, ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതിനൊന്നും ഇപ്പോൾ ഇവിടെ ഒരു തടസ്സമില്ല. എന്നാൽ സഖാക്കളെ, ഈ പുരോഗമനവും സംസ്കാരവും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത DYFIക്കാർക്ക് അദ്ദേഹത്തെ ബോഡി ഷെയ്മിങ് നടത്തി അവഹേളിക്കാനും അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയെ അപമാനിക്കാനും അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കാനും ഒന്നും ഏത് ഭരണഘടനയാണ് DYFIക്കാർക്ക് അവകാശം തന്നിട്ടുള്ളത്? അപ്പം ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്തിയാലൊന്നും DYFIക്കാരൻ്റെ സംസ്കാരം നന്നാവില്ല. അതുപോലെ പൊതുബോധവും സംസ്കാരവും ഒന്നും ബുക്കിലും ബോർഡിലും എഴുതി വെച്ച് വായിച്ച് പഠിച്ചാലൊന്നും കിട്ടുന്ന ഒന്നല്ല. അതൊക്കെ ഒരു പ്രസ്ഥാനത്തോടൊപ്പമുള്ള ജനസ്സു കൂടിയാണ്. അത് ആ പ്രസ്ഥാനത്തിനുണ്ടെങ്കിലേ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അതുണ്ടാവുള്ളൂ.
ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ അദ്ദേഹം പലപ്പോഴും പല വ്യക്തികളെയും കുറിച്ചൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, പുച്ഛമായി നമുക്ക് തോന്നിയിട്ടില്ലേ? ആ പാഠശാല തന്നെയല്ലേ ഈ ഡിവൈഎഫ്ഐക്കാരൻ്റെയും പാഠശാല? ആ പാഠശാലയിൽ നിന്ന് പഠിച്ചിട്ട് തന്നെയല്ലേ ഈ ഡിവൈഎഫ്ഐക്കാരനും പുറത്തേക്ക് വരുന്നത്? അപ്പോൾ ചുരുക്കത്തിൽ ഈ പുരോഗമന കാലഘട്ടത്തിലും ഒരു പുരോഗമനവും കൈവരിക്കാത്ത ഒരു സംഘടനയാണ് ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്. ആ ഡിവൈഎഫ്ഐയുടെ ഒരു സംസ്കാരമാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം MLA-ക്കെതിരെ അവർ നടത്തിയ മുദ്രാവാക്യ വിളിയും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്.